അല്ല, ഹാദിറിനോടുള്ളതാണ്. മലക്കുണ്ടാകാം, ജിന്നാകാം. ഇത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇന്ന് സൗദിയിലെ റിയാസത്തുൽ ബുഹൂസിൽ ഇൽമിയ്യ എന്ന് പറയുന്ന അവിടുത്തെ ഉന്നത പണ്ഡിത സമിതിയുടെ മേൽനോട്ടത്തിലുള്ള ഗ്രന്ഥശേഖരത്തിലുള്ളതാ, അവർ പ്രസിദ്ധീകരിച്ചതാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഹദീസിനെ സംബന്ധിച്ച് എല്ലാ പണ്ഡിതന്മാരും ചർച്ച നടത്തിയിട്ട് എത്തിയ തീരുമാനം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവർത്തിച്ചു പറയുന്നു, യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ല, യാ അല്ലാഹ് വിളിക്കേണ്ടത്. വിജനപ്രദേശത്തും ജനപ്രദേശത്തും അങ്ങനെയാണ് വിളിക്കേണ്ടത്. അങ്ങനെ ആരൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നു എന്ന ഒരു കുപ്രചരണം നടക്കുന്നുണ്ട്. പിന്നെ പുഴയിൽ വീണാൽ പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നൊരു കുപ്രചരണം. യഥാർത്ഥത്തിൽ എന്താ? യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന ഹദീസുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതാണത്. കണ്ടോ, ഒരാള് പുഴയിൽ വീണു, കരയിൽ നിൽക്കുന്ന ജോസഫേട്ട എന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ജോസഫേട്ടൻ വരുന്നതും നീന്തി മുടി പിടിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ കാണുന്ന മാർഗത്തിലാണ്. അതുകൊണ്ടത് ശിർക്കല്ല. ഇവർ പറയും വിശദീകരിക്കുക. അപ്പൊ കാണുക എന്നത് കണ്ണുകൊണ്ട് കാണുക എന്നതാണോ അദൃശ്യം എന്നതിന്റെ ഉദ്ദേശം? അദൃശ്യമാർഗം എന്ന് പറഞ്ഞാൽ അഭൗതിക മാർഗം എന്നാണ് അർത്ഥം. ഉമർ മൗലവി തന്നെ അദൃശ്യവും അഭൗതികവും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കുഞ്ഞീദ് മദീനിലെ പുസ്തകം വായിച്ചു. അപ്പൊ അദൃശ്യം, അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമൊക്കെ ഒരേ അർത്ഥത്തിലാണ് നാം ഉപയോഗിച്ചിരുന്നത്, കണ്ണുകൊണ്ട് കാണാത്ത എന്ന അർത്ഥത്തിലല്ല. അപ്പൊ അവിടെ ഒരു ചോദ്യം വരികയാണ്, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ എന്താണ്? ശിർക്കാണ്. അനസ് മൗലവി ഇവിടെ തോണിയുടെ ഉദാഹരണം ഉണ്ടാക്കി, ഒരു പുതിയ ഉദാഹരണം. 4 പേര് പോവാണ്, തോണി മറിയാൻ പോണ്. അപ്പൊ ഒരാള് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു, എന്നിട്ട് സാസിനോട് ചോദിക്കാം, ശിർക്കല്ലേ? അല്ലേ അല്ലേ പറ, ഒച്ചേ പറ. ഈ നാടൻ സർക്കസുകാരെ മാതിരിയാ. ഈ ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ ഈ ലൊട്ടിലൊടുക്കി സർക്കസും മാജിക്കും ഒക്കെ ഇട്ട് വരുമല്ലോ. ഒരു നേരെ ഉച്ച കഴിഞ്ഞാൽ അങ്ങനെ വരും, ഇങ്ങനെ കൊട്ടി 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 ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ കൂടും. അപ്പൊ ലൈറ്റൊക്കെ ഇട്ട് മക്കളെല്ലാവരും ജോറായിട്ട് കൈയടിച്ചാട്ട് കയറി, അപ്പൊ മക്കളൊന്ന് കൈയടിക്കും. എല്ലാവരും ജയിന്ന് വിളിച്ചാൽ അപ്പൊ ജയിന്ന് വിളിക്കും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും എന്നതുപോലെയാണ് ഇവരെ മുഖാമുഖം. മനസ്സിലായില്ലേ? ഇവരെ ചർച്ചകളൊക്കെ അങ്ങനെ. അപ്പൊ 4 ആളില് ഒരാൾ മുഹ്യിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് വിളിച്ചു. ശിർക്കല്ലേ? ആ ശിർക്കാണ്. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചു തോണി മറിഞ്ഞപ്പോ, ശിർക്കല്ലേ? ശിർക്കാണ്. ഒരാൾ വിളിച്ചു, ഈ കരയിലുള്ള ജിന്നെ രക്ഷിക്കണേ, അത് ശിർക്കാണോ? അപ്പൊ ആളുകൾ ശങ്കിച്ചു, പറ പറ പറയിപ്പിച്ച് ശിർക്കാണ്. യഥാർത്ഥത്തിൽ അത് ശിർക്കിലേക്കുള്ള വഴിയാണ്, വിളിക്കാൻ പാടില്ല, ഹറാമാണ്. അത് പറഞ്ഞാൽ പറ്റൂല. എന്നിട്ട് എന്റെ ക്ലിപ്പിട്ട് കാണിക്കാണ്. ഇങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ വിളിക്കാം എന്ന് പറയാണ്. വാസ്തവത്തിൽ യാ ഇബാദല്ലാഹുമായി ബന്ധപ്പെട്ട ചർച്ചയാണത്. പുഴക്കരയിലുള്ള ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന, അങ്ങനെ ഉണ്ടോ? ഒരു ജിന്നുണ്ടോ? പുഴക്കരയിൽ ജിന്നുണ്ടോ? ഉണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ വിളിക്കാൻ പറ്റുമോ? പാടില്ല. അത് ശിർക്കിലേക്കുള്ള വഴിയല്ലേ? ആണ്. പിന്നെന്താ? അങ്ങനെ ഒരാൾ ചെയ്താലോ, ഹറാമായ ഒരു കാര്യം ഒരാൾ ചെയ്തിട്ട് അത് ശിർക്കാവോ എന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സിൽ പ്രാർത്ഥനയില്ലല്ലോ. ഇബാദത്ത് എപ്പോഴാകുന്നത്? അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാകുമ്പോൾ. അതുണ്ടാകുന്നുണ്ടോ? ഇയാൾ ഇതിന്റെ അഭൗതിക ശക്തി കാണുന്നുണ്ടോ? എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള എന്നാണ്. ഇത് അവിടെ പറഞ്ഞില്ല എന്ന് വെക്കുക, അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും. അപ്പൊ യാ ഇബാദല്ലാഹ് എന്ന് മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് വെച്ച് വിളിച്ചാൽ അത് ശിർക്കല്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു. അപ്പോ അവിടെ വിളിച്ചാൽ ശിർക്കാവൂല, ഇവിടെ പുഴക്കരയിൽ വിളിച്ചാൽ ശിർക്കാവുന്നത് എങ്ങനെ? അപ്പൊ പുഴക്കരയിൽ ശിർക്കാണെങ്കിൽ ഇവിടെ ശിർക്കാകണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ യാ ഇബാദല്ലാഹ് ശിർക്കാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അടുത്ത ചോദ്യം വരും, ഈ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ ഇമാം അഹ്മദ്, അതുപോലെ തന്നെ അങ്ങനെ സാലിഹീങ്ങളായ പണ്ഡിതന്മാർ വിളിച്ചിട്ടുണ്ടെന്ന് ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ടല്ലോ, തബറാനി പറഞ്ഞിട്ടുണ്ടല്ലോ, നബവി വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ വിളിച്ചത് ശിർക്കാണോ? അപ്പൊ അതും ശിർക്കാന്ന് പറയേണ്ടി വരും. അടുത്ത ചോദ്യം വരും, അപ്പൊ ഇതൊക്കെ ശിർക്കല്ലാന്നല്ലേ 2012 വരെ നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ എന്താ ശിർക്കായി? അപ്പൊ ഞങ്ങള് ജാമിയെ പോയി തൗബ ചെയ്തു. ഇങ്ങനെ 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 ചെയിനായിട്ട് ചോദ്യം വരാനുണ്ട്. അതുകൊണ്ടാണ് പുഴക്കരയിലെ ജിന്നിനെ പറ്റി അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തത്. ഒരിക്കലും തന്നെ വിളിക്കാൻ പാടില്ല, അത് ശിർക്കാണ്, അല്ല ശിർക്കിലേക്കുള്ള വസീലയാണ്, ഹറാമാണ്. ശിർക്കാവും. അപ്പോ എവിടെയെങ്കിലും ഒരു ജിന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥനയാണോ? അത് ശിർക്കാണ്.
ഗുരുവായൂരപ്പ രക്ഷിക്കണേ, മൊയ്തീശയ്ക്കെ രക്ഷിക്കണേ എന്നതുപോലെ പ്രാർത്ഥനയായിട്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, യാതൊരു സംശയമല്ല. പക്ഷെ പ്രാർത്ഥന മനസ്സിലില്ലാതെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചാൽ അയാളെ മനസ്സിൽ ഭക്തിയാദരവ് വരുന്നില്ല, അതുകൊണ്ട് ഇബാദത്താകുന്നില്ല, പ്രാർത്ഥനയാകുന്നില്ല. ഇത് പറയാൻ കാരണം യാ ഇബാദത്തുല്ലാഹി ഗീസൂനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടതാണ്, അതുകൊണ്ട് ഇനി അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി സുഹൃത്തുക്കളെ, ഇതൊക്കെ പറഞ്ഞിട്ടിപ്പോ അനസ് മൗലവി അവിടെ പോയിട്ട് ഇതൊക്കെ മൂപ്പര് പറഞ്ഞ് നമ്മളെല്ലാരും കണ്ടു. എന്നിട്ട് മൂപ്പര് തൗബ ചെയ്ത് എവിടെ പോയിട്ട്, ജാമ്യയിൽ പോയിട്ട് കഴിഞ്ഞ മുഖാമുഖത്തിന് മൂപ്പര് തൗബ ചെയ്തു. തൗബയുടെ 2-3 ക്ലിപ്പുണ്ട്, കൂടുതൽ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. ആദ്യം മൂപ്പര് കുട്ടിയെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുകയാണ്. MT വിഷൻ ഒരു CD ഇറക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ജബ്ബാറിന്റെ ലേഖനത്തിൽ ശിർക്കില്ല, അതിലെവിടെ ശിർക്ക് എന്നൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ. അപ്പൊ MT വിഷൻ തെറ്റിദ്ധരിപ്പിച്ചതാണോ, എന്താണ് അതിന്റെ വസ്തുത? അപ്പൊ MT വിഷമാണ്. MT എന്ന് പറഞ്ഞാൽ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, എന്ത് ചോദിച്ചാലും ശിർക്കാണ്, ഞങ്ങൾക്ക് ആയത്ത് പഠിപ്പിച്ചു, ഞങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു മൂപ്പര് അവസാനം കരയാണ്. എന്താ കരയുന്നത്? ആരെങ്കിലും ഞങ്ങൾ ഈ വാക്കുകൊണ്ട് പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാ തൗബ ചെയ്യുന്നു. ഇവിടെ നിന്ന് മൂപ്പര് തൗബയെ ന്യായീകരിച്ചിട്ടോ, അല്ല തൗബയെ തള്ളി പറഞ്ഞു, അത് വേറെ കാര്യം. കേട്ടോളൂ, അദ്ദേഹത്തിന്റെ തൗബ കേട്ടോളൂ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനു, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനു, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹ് പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹ് പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പേറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ നാവിലൊന്നും ഞാൻ പറഞ്ഞു, പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. എങ്ങനെയുണ്ട് തൗബ? നാറിയവനെ പേറി. തുടക്കം എന്താ? ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന ജബ്ബാർ മൗലവിയുടെ വാദം, അതൊരു നുണ. അവസാനം ഒരു തെറിയും. നല്ല തൗബയാ. കണ്ടോ? വബയ്യനു, നിങ്ങൾ ആദർശം വ്യക്തമായി പറയൂ. അതല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ പൂഴ്ത്തി വെച്ചത് വ്യക്തമാക്കി കൊടുക്കുന്ന. മേലത്തെ ആയത്തിൽ പറഞ്ഞതാ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. നാം വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും സന്മാർഗവും മറച്ചു വെക്കുന്നവരാരോ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെ അല്ലാഹു ശപിക്കും. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കാൻ അർഹതയുള്ളവരൊക്കെ ശപിക്കും. എന്നിട്ടാ പറയുന്നത്, അങ്ങനെ മറച്ചു വെച്ചവരിൽ രക്ഷപ്പെടുന്നവരാരാ? ഇല്ലല്ലദീന താബു. അപ്പൊ 2007 ജബ്ബാർ മൗലവി എഴുതി,
നിങ്ങൾ 5 കൊല്ലം ന്യായീകരിച്ചു, അപ്പൊ അത് ശിർക്കാണ് എന്ന വാദം ഇപ്പൊ പറയാ ഞങ്ങളെ മനസ്സിലത് പേറിയിട്ടില്ല ഒരു കാലത്തും. എന്നാ പിന്നെ തൗബ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ ഇതിനർത്ഥം എന്താ? മനസ്സിലുള്ളത് ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന് തന്നെ. പിന്നെ എങ്ങനെ ന്യായീകരിക്കാം ആളുകളെ മുമ്പിൽ എന്നിട്ട്? നോക്കി, നാറിയവനെ പേറി എന്നിട്ട് ഇരിക്കുന്നുണ്ടോ? ആരാ നാറിയെന്ന് പറഞ്ഞത്? അബ്ദുൽ ജബ്ബാർ മൗലവിനെ പേറി. രണ്ടാളും പോയിട്ട് ഇരുന്ന് പഠിക്കുക. ആലുവ സംവാദത്തിന് മുമ്പ് ആലുവ സംവാദം കഴിഞ്ഞിട്ട് അതിന്റെ വിശദീകരണ യോഗം ഓട്ടക്കല്ല അടുത്ത ഒതുക്കുങ്ങൽ വെക്കുമ്പോ മൗലവിയുടെ വീട്ടിൽ വന്നിരുന്ന് ചർച്ച ചെയ്തപ്പോ ഹനീഫ പറഞ്ഞതാ, മൗലവി നിങ്ങളാ എഴുതിയാല് പ്രാർത്ഥന ഇല്ല, ശിർക്കില്ലെന്ന് ആർക്കാ അറിയാത്തത്? എന്നിട്ട് ഇപ്പൊ പറയാ ഒരു കാലത്ത് ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. അനസ് മൗലവി തിരുത്താൻ പോയപ്പോ പറഞ്ഞതാണ്, എനിക്ക് ഖഫാ തീർന്നു, അതിൽ പ്രാർത്ഥന ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ഒരു കാലത്തും ഞങ്ങൾ ആ വിശ്വാസം മനസ്സിൽ പേറിയിട്ടില്ല. എന്നിട്ടോ ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്കൊരു പ്രശ്നമല്ല, പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രശ്നമാണ്. അങ്ങനെ രണ്ടാളും കിട്ടി തിരുത്തുക, എന്നിട്ട് അവരങ്ങ് തൗബ ചെയ്യുക, എന്നിട്ട് അവരങ്ങ് ഏറ്റെടുക്കുക. എന്റെ വാക്കുകൊണ്ട്, അനീഫ് കായക്കുടെ വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ വാക്കുകൊണ്ട്. നിങ്ങൾ 3 മാത്രം മുജാഹിദ് പ്രസ്ഥാനം തന്നെ. നിങ്ങൾക്ക് തീരെഴുതി തന്നിക്കുക ഈ ആദർശം, നിങ്ങളങ്ങ് തിരുത്തുക. നിങ്ങൾ ജമിയത്തുൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, ആയത്ത് പഠിപ്പിച്ചു, അതീത് പഠിപ്പിച്ചു. നിങ്ങളെ 3 മാത്രം പഠിപ്പിച്ചാൽ മതിയോ? വേറെ ആരും പഠിപ്പിക്കണ്ടേ? ആദ്യം KJUവിന്റെ കൗൺസിൽ വിളിക്ക്, എല്ലാ മെമ്പർമാരെയും പഠിപ്പിക്കും. പിന്നെ KNM കൗൺസിൽ വിളിക്കുക, അവരെ പഠിപ്പിക്ക്. പിന്നെ ISM കൗൺസിൽ, MSM കൗൺസിൽ, MGM കൗൺസിൽ, പിന്നെ ഇങ്ങനെ ജില്ലാ കമ്മിറ്റികൾ, അങ്ങനെ പഠിപ്പിച്ചു വരണ്ടേ? ഞങ്ങൾക്ക് ആയത്ത് പഠിപ്പിച്ചു. ഏതായത്ത് എന്നറിയോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇപ്പൊ പഠിപ്പിക്ക 2012. പിന്നെ ഏതായത്ത് എന്നറിയോ? ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കൂല. ഇതൊക്കെ പുതിയ ആയത്താ തന്നെ. നാരിയവനെ പേറിയെന്ന് ഇപ്പൊ പുതിയൊരു തഫ്സീറുണ്ട്. അബ്ദുറഹ്മാൻ സലഫി ആകാം, കാരണം മൂപ്പരാകെ വിഷമിച്ചിരിക്കാണല്ലോ. അപ്പോ ഏത് നാരിനെ പേറി എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോ അനസ് മൗലിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് തൗബയാ. വാസ്ലഹു, ഞങ്ങൾ നിലപാട് നന്നാക്കി എന്താ പറയേണ്ടത്? പടച്ചവനെ, ഞങ്ങളോ ജബ്ബാർ മൗലവിയോ ആരെങ്കിലും ഇങ്ങനെ വല്ല തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്കും ജബ്ബാർ മൗലിക്കും നീ പുറത്തു തരണേ നാഥാ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പഠിച്ച് ഞങ്ങൾ കുറെ വാദപ്രതിവാദമൊക്കെ നടത്തി, അദ്ദേഹത്തെ പുറത്തു, അദ്ദേഹത്തെ നാറിന്ന് വിളിച്ചിട്ടാ പിന്നെ തൗബ സ്വീകരിക്കോ? തൗബയിൽ ഇഖ്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? തൗബയിൽ നിങ്ങൾ കുമ്പസാരം എന്ന് പറയരുത്. ഇങ്ങി കോലത്തായതുകൊണ്ടാ കുമ്പസാരം എന്ന് പറഞ്ഞേ. ഇങ്ങനെയുണ്ടൊരു തൗബ, ആദ്യം ഒരു നുണയും പിന്നെ ഒരു തെറിയും, അതുകൊണ്ടാ കുമ്പസാരം എന്ന് പറഞ്ഞത്. ആരെ ബോധ്യപ്പെടുത്താനാ? എന്നിട്ട് പറയാണ്, ഇനി ആർക്കെങ്കിലും ഞങ്ങളെ വാക്കുകൊണ്ട് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇവിടെ അല്ലേ ഞങ്ങൾ പറഞ്ഞ് മലക്കണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ. ഇപ്പൊ പറയേണ്ടതോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് വസ്തുത. നിങ്ങള് ശരിക്ക് വിഷയങ്ങള് മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചത്. സമയം വളരെ വൈകിയിട്ടുണ്ട്. ഇനി മൂപ്പരെ ആള് ചോദിച്ചു, മനസ്സുപോലെ നിങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞ വല്ലാത്ത തൊലിക്കട്ടിയാണല്ലോ. അതിന് മൂപ്പര് മറുപടി അറിയാം. പിന്നെ തൊലിക്കട്ടി അള്ള തന്നതേ എനിക്കുള്ളൂ. എന്തുണ്ടെങ്കിലും എനിക്കെന്തെങ്കിലും കുറവുണ്ടോ? അള്ള തന്നതേ ഉള്ളൂ. എനിക്കെന്തെങ്കിലും കൂടുതലുണ്ടോ? അള്ള തന്നതേ ഉള്ളൂ. അപ്പോ ഇനി അള്ള തന്നത് കൂടിപ്പോയി കുറഞ്ഞു, എനിക്ക് അള്ളാഹിനെ കുറ്റം പറയാൻ കഴിയും. എനിക്ക് തൊലിക്കട്ടി അള്ള കുറച്ച് കൂടി എന്നിട്ടുണ്ടെങ്കിലും റളീതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളീതു ബില്ലാഹ്, ആ തൊലിക്കട്ടിയിൽ ഞാൻ സംതൃപ്തനാണ്. പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പറയാൻ. എന്നിട്ട് എന്നാ സമ്മതിച്ചാ പോരെ? ഞാൻ ജാമ്യയിൽ പോയി തൗബ ചെയ്താണ്, എനിക്ക് തെറ്റാണെന്നാണ് ഒറ്റ വിഷയം കഴിഞ്ഞില്ലേ. പിന്നെ ആ തൗബയെ തന്നെ തള്ളിപ്പറയുന്ന രൂപത്തിലാണ് പിന്നെ മൂപ്പര് സംസാരിച്ചത്. മൂപ്പരെ ന്യായീകരണം ഒന്ന് കേട്ടോളൂ. അപ്പോ കുമ്പസരിക്കുക എന്ന ഒരു വാക്ക്, ആ വാക്ക് തൗബയുടെ പര്യായമായിട്ടാണ് പറയുന്നതെങ്കിൽ ശരിയല്ല. ഇസ്ലാമിൽ കുമ്പസാരം ഇല്ല. ഒന്ന്, ഇനി ജാമ്യയിൽ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ജാമ്യയിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അത് കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇതിനെതിരെ ഒരു വാദം തെളിവ് കൊണ്ടുവരണമെങ്കിൽ ഖുർആൻ ഒരു ആയത്ത് കൊണ്ടുവരണം, ഹദീസ് കൊണ്ടുവരണം. പിന്നീട് അതിന് പകരം കൊണ്ടുവന്നത് എന്താണ് നടന്നത് എന്ന് പോലും വ്യക്തമായി അറിയാതെ, മനസ്സിലാക്കാതെ, അതിനകത്തുള്ള ചർച്ചകൾ പോലും എന്തെന്നറിയാതെ, പിന്നീട് മടവൂരികൾക്ക് മറുപടി പറഞ്ഞ ചില സീഡികളും അതുപോലെ തന്നെ കുബൂരികൾക്ക് മറുപടി പറഞ്ഞ ചില സീഡികളും എടുത്ത് എന്റെ വാക്കുകളെ ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ തിരുത്തിവിടുകയും തിരിച്ചുവിടുകയും ചെയ്ത ഘട്ടത്തിൽ ഞാൻ പൊതുവായ ഒരു വാക്ക് പറഞ്ഞു. അതെന്താണെന്നറിയോ? എന്റെ വാക്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ജിന്നിനോട് സഹായം തേടാമെന്ന് തോന്നിപ്പിക്കുന്നതോ
തോന്നിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മലക്കിനോട് സഹായം തേടാമെന്ന് തോന്നിപ്പിക്കുന്നതായ ഏതെങ്കിലും ഒരു വാക്ക് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിതാ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, വല്ലാഹി എന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഞാൻ കൊണ്ട് നടന്നിട്ടില്ല എന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നു എന്നാ. പച്ച മലയാളത്തിൽ മലയാളികളോട് സംസാരിച്ചാൽ മലയാളികൾക്ക് മനസ്സിലാവും അല്ലേ? പിന്നെ ചിലതൊക്കെ ദ്വയാർത്ഥത്തിലുള്ള വാക്കൊക്കെ ഞാനൊന്ന് ഉദ്ദേശിക്കും, കേൾക്കണോ വേറൊന്ന് ഉദ്ദേശിക്കും. അങ്ങനെ എല്ലാം അങ്ങനെ ആവുമോ? അദ്ദേഹം പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് വേറെ രണ്ടർത്ഥമുണ്ടെന്ന് ഇപ്പൊ പറയണോ? ശരി, നമ്മൾ ഈ ഇട്ട ക്ലിപ്പൊക്കെ ഇട്ട് നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കും. നിങ്ങളെ മുറാദ് എന്തായിരുന്നു? മുറാദ് ഞങ്ങൾക്കൊന്നും തിരിയുന്നില്ല. അതൊക്കെ ന്യായീകരിക്കും തോറും വീണ്ടും നിങ്ങൾ കൂടുതൽ കുളത്തിലിറങ്ങിയുള്ളൂ. നിങ്ങളത് ന്യായീകരിക്കുക. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫിയുടെ തന്നെ ഒരു ക്ലിപ്പ് ഇവിടെ ന്യായീകരിച്ച് പെട്ടല്ലോ. അതുപോലെ അമ്പലക്കടവിന് പറഞ്ഞ മറുപടിയും അലിമദനിക്ക് പറഞ്ഞ മറുപടിയും ഒക്കെ ന്യായീകരിക്ക്. നിങ്ങൾ പോയി മാപ്പ് പറ. മടവൂരികളെ സമ്മേളനത്തിൽ പോയിട്ട് കുമ്പസരിക്ക്. SKSF ഓഫീസിൽ പോയി കുമ്പസരിക്ക്. അതല്ലേ വേണ്ടത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ആദർശമാണ് സുഹൃത്തുക്കളെ ഇവിടെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പറഞ്ഞു പോന്നിട്ടുള്ള ഒരു തത്വം, അത് ദുർബലമായ ഹദീസിന്റെ പറ്റിയല്ല. ആ ഹദീസ് വ്യാഖ്യാനിക്കുന്നിടത്ത് തൗഹീദിൽ ആ തത്വം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഒരു കാര്യം പ്രാർത്ഥനയാവുക, ആവാതിരിക്കുക? അത് നമ്മൾ പറഞ്ഞിട്ടില്ലേ? പ്രാർത്ഥനയാകാത്തതിനെ പ്രാർത്ഥനയാണെന്ന് ഇവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇപ്പൊ മുസ്ലിയാക്കന്മാരോട് നമ്മൾ അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കുന്ന ആയത്തോതിയാൽ അവർ പറയും, നിങ്ങൾ ഭാര്യയോട് കഞ്ഞി ചോദിക്കാറില്ലേ? ഹോട്ടലിൽ പോയിട്ട് ചായ തരുമെന്ന് ചോദിക്കാറില്ലേ? റേഷൻ ഷോപ്പിൽ പോയിട്ട് അരി തരുമെന്ന് ചോദിക്കാറില്ലേ? അപ്പൊ നമ്മൾ പറയും അതൊന്നും പ്രാർത്ഥനയല്ല, അതൊക്കെ സാധാരണ സഹായം ചോദിക്കലാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും. ഇതാ മരിച്ച അമ്പിയാക്കളോട് ചോദിക്കാൻ പാടില്ല എന്നാണ് വഹാബികൾ പറയുന്നത്. എന്നാൽ അതാ ഇസ്രാഇന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ മരിച്ചുപോയ അമ്പിയാക്കളോട് ചോദിച്ചില്ലേ വഹാബി? നബി ശിർക്ക് ചെയ്തോ വഹാബി? നമ്മൾ പറഞ്ഞു കൊടുക്കും, മുസ്ലിയാരെ അവിടെ പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. മുമ്പിൽ ഹാളറായ മുഖാമുഖം കണ്ട പൂർവകാല നബിമാരോടാണ് ചോദിച്ചത്. അള്ളാഹു അവരവിടെ ഹാജരാക്കിയതാണ്. അവിടെ പ്രാർത്ഥനയില്ല. കൊട്ടപ്പുറത്ത് വെച്ച് ചെറിയ മുണ്ടം ഇത്ര കൂടി പറഞ്ഞു, മുസ്ലിയാരെ നിങ്ങൾക്കൊരു മീറാജിന് ഓഫർ കിട്ടിയാൽ അവിടെ വെച്ച് നിങ്ങൾ പൂർവകാല നബിമാരെ മുഖാമുഖം കണ്ടാൽ അവരോട് വല്ലതും ചോദിച്ചാൽ അത് തർക്കമുള്ള വിഷയമല്ല. അപ്പൊ പ്രാർത്ഥനയാകുന്നതും ആകാത്തതും നമ്മൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് യാ ഇബാദല്ലാ എന്നതിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയില്ലെങ്കിൽ പിന്നെ ശിർക്കിന്റെ പ്രശ്നവുമില്ല. സാധാരണ വിളിയായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. ഇനി സുഹൃത്തുക്കളെ, ഈ 2012 തൗഹീദുകാര് വല്ലാതെ വ്യാഖ്യാനിച്ചത് ലജ്ന ദായിമയുടെ ഫത്വയാണ്. അതായത് KJU ഇവിടെ കൂടി തീരുമാനിച്ചതല്ല, ലജ്ന ദായിമയുടെ ഫത്വയുടെ ചോദ്യം തന്നെ നിങ്ങൾ ആദ്യം കേട്ടോളൂ. ഇപ്പൊ KJU കൊടുത്ത ഫത്വയില് കുറച്ചു കാലമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ജിന്നിനോട് സഹായം ചോദിക്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2012 ഫെബ്രുവരി 6-ാം തീയതി ചേർന്ന KJU നിർവാഹക സമിതി ഫത്വ ബോർഡിന്റെ സംയുക്ത യോഗത്തിൽ എടുത്ത തീരുമാനം അതാണല്ലോ. അനസ് മൗലവി വായിക്കുകയാണ് അതിന്റെ ചോദ്യം. ലജ്ന ദായിമയുടെ ആദ്യം KJUവിന്റെ ഫത്വ പറഞ്ഞു. എന്നിട്ട് ആ ഫത്വക്ക് ഉപോത്പലകമായി KJUവിന്റെ ഈ ഫത്വ അതിനെ സാധൂകരിക്കുന്ന സൗദിയിലെ പ്രധാന പണ്ഡിത സമിതി, അതാണ് ലജ്ന ദായിമ, അവരുടെ ഫത്വ. ചോദ്യം വായിക്കുന്നത് കേട്ടോളൂ. സ്വീകരിച്ചു വന്ന ഈ നിലപാടിനെ ശരിവെക്കുന്ന സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ അൽ ലജ്നത്തു ദായിമ പുറപ്പെടുവിച്ച ഫത്വ കാണുക. അഥവാ നമ്മൾ കേരളത്തിലെ കുറച്ച് ആളുകൾ കൂടിയിരുന്നിട്ട് ഒരു ഫത്വ ഉണ്ടാക്കി. ഇപ്പൊ ചില ആളുകൾ എങ്ങനെ പറയും, തൗഹീദ് 2012. അപ്പോ ഈ പുതിയൊരു തൗഹീദ് ഉണ്ടാക്കി 2012 ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കി വന്നതാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും ബോധപൂർവം അതിനുവേണ്ടി ഉള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഇത് കേരള ജമിയത്തുൽ ഉലമ കേരളത്തിൽ മാത്രം എടുത്ത ഒരു നിലപാടല്ല. നേരെ മറിച്ച് അൽ ലജ്നത്തു ദായിമ, സൗദി അറേബ്യയിലെ ഫത്വ ബോർഡ്, അവർ ഈ വിഷയത്തിൽ നൽകിയ ഫത്വ കൂടി ജമിയത്തുൽ ഉലമയുടെ ഈ തീരുമാനത്തിന് അനുകൂലമാണെന്നതുകൊണ്ട് അതിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഒരാൾ ചോദിക്കുകയാണ് ലജ്നത്തു ദായിമയോട്, ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളോടുമുള്ള സഹായം തേടൽ
മാരണം, ക്ഷുദ്രവിദ്യകൾ പോലുള്ള ശിർക്കിന്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ ഇലാദുൽ ഉമൂരി ശഹരിയ, അശ്ശിർകു വ മലാഹിറുഹു എന്നീ പുസ്തകങ്ങളുണ്ട്. ഖുർആൻ കൊണ്ടുള്ള മന്ത്രം അനുവദനീയമാക്കിക്കൊണ്ടുള്ള സ്വഹീഹായ ചില ഹദീസുകൾ അതിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മന്ത്രത്തിൽ ഏർപ്പെട്ടു. രോഗികളുടെ ആധിക്യം കാരണത്താൽ പ്രത്യേകിച്ചും മാരണവും ബാധയും ഉള്ളവരെ രാപ്പകലില്ലായി ഞാൻ മന്ത്രിക്കാൻ തുടങ്ങി. സിഹിർബാധ ഒഴിപ്പിക്കുന്നതിനായി എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണോ? അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ഏലസിനെ കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ജിന്നിനോട് കൽപ്പിക്കാമോ എന്നാണ്. അഥവാ ഹാദിറായ ജിന്നിനോട്, സ്ഥലത്തുള്ള ജിന്നിനോട് ഈ ഏലസ് എവിടെ വിളിച്ചു വെച്ചിരിക്കുന്നത്, എവിടെയാണ് ഇയാൾ സിഹർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാമോ? അല്ലെങ്കിൽ ആ ഗോപ്യമാക്കി വെച്ചിരിക്കുന്ന ഏലസിനെ കുറിച്ചുള്ള വിവരം അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് ജിന്നിനോട് കൽപ്പിക്കാമോ എന്നാണ്. ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് കഴിയുന്ന വളരെ ലളിതമായ ഒരു സംഗതിയാണ്. ഒരു സംഗതി എവിടെ നിന്ന് പോയി നോക്കി വന്നിട്ട് വിവരം കൊടുക്കുക, അങ്ങനെ ചോദിക്കാമോ എന്നാണ് ചോദ്യം. അതിന് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? മറുപടി, ജിന്നിനോടും ഹാജരില്ലാത്തവരോടും സഹായം ചോദിക്കാൻ പാടില്ല. സഹായം ചോദിക്കുന്നതിന് വിധി പറയാം. അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹായം ചോദിക്കാൻ പാടില്ലാത്തത് ആരോടാ? സഹായം ചോദിക്കാൻ പാടില്ലാത്ത ആരോടാ? നമുക്ക് നേർക്ക് നേരെയുള്ള ആളോട് എന്തെടുക്കാം? സഹായം ചോദിക്കാം, അയാളുടെ കഴിവിൽപ്പെട്ടത്. എന്നാൽ സഹായം ചോദിക്കാൻ പാടില്ല ആരോട്? സ്ഥലത്തില്ലാത്ത, ഹാജരില്ലാത്ത ഒരാളോട് ചോദിക്കാൻ പാടില്ല. വായിബായ ഒരാളോട് ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കാരണം അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. എന്തുകൊണ്ടെന്നാൽ സഹായം ചോദിക്കൽ ആരാധനയാണ്. ജിന്നിനോടോ മനുഷ്യരോടോ മലക്കിനോടോ അല്ലാത്തവരോടോ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കൃഷിപ്പണി, നിർമ്മാണ പ്രവൃത്തി, ശത്രുക്കളോടുള്ള യുദ്ധം പോലെ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ജീവിച്ചിരിപ്പുള്ള കഴിവുള്ള മനുഷ്യരോട് സഹായം ചോദിക്കുന്നത് പോലുള്ളവ അനുവദനീയമാണ്. എന്നാൽ ജിന്നുകളുടെ കാര്യത്തിൽ, ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ കാര്യത്തിൽ ചിന്തിച്ചാലോ, ഹാജറുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി ഹാജറില്ലാത്ത ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി തന്നെയാണ്. അഥവാ ഇവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിക്കുക, നമ്മൾ സഹായം ചോദിക്കുകയാണ്, ജിന്നെ കാണാൻ കഴിയോ? ഇല്ല. അപ്പൊ ഹാജറുള്ള ജിന്നിന്റെ വിധി എന്താണ്? ഹാജറില്ലാത്ത ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി തന്നെയാണ്. അതുകൊണ്ട് അഥവാ യാതൊരു കാര്യത്തിലും അവരോട് സഹായം ചോദിക്കാൻ പാടില്ല. അള്ളാഹു പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ യൂണിറ്റില് ഈ ഫത്വ വന്നിട്ടുണ്ടാവും. നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ കാര്യം പിടികിട്ടും. ജാമിഅയിൽ നടന്ന ഇവര് കുറെ ആളുകളെ ഇങ്ങനെ വിളിച്ച് കുറെ ഫോട്ടോസ്റ്റാറ്റൊക്കെ കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്തൊരു ചെറുപ്പക്കാരൻ വളരെ ഇതായിട്ട് എൻ്റെ അടുത്ത് ഒന്ന് തർക്കിക്കാൻ വന്നതാ. ഞാൻ അവനെ കൊണ്ട് ഈ ചോദ്യം വായിപ്പിച്ചു. അപ്പൊ എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ ജമിയത്തുൽ ഉലമ തീരുമാനിച്ചിട്ടുള്ളത്. എന്ത് ചോദിച്ചാലും അത് ശിർക്കാണ് ജിന്നിനോട്. അപ്പൊ ആ തീരുമാനം പണ്ഡിത സമിതി ലജ്ന ദായിമ ശരിവെക്കുന്നു എന്നാണ്. പക്ഷെ ചോദ്യം എന്താണ്? അനസ് മൗലവിയുടെ കോട്ടി മാറ്റി ചോദ്യം. ഈ ജമിയത്തുൽ ഉലമയുടെ ഫത്വയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളുടെ സഹായം തേടൽ, മാരണം, ക്ഷുദ്രവിദ്യകൾ പോലെ ശിർക്കിന്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ശിർക്കുമായി ബന്ധപ്പെട്ട സഹായ തേട്ടമാണ് ചോദ്യം. ഇനി കേട്ടോളൂ, എന്റെ അടുക്കൽ ചില പുസ്തകങ്ങൾ കിട്ടി. ഞാൻ മന്ത്രിക്കാൻ തുടങ്ങി, റുഖ്യ ചെയ്യാൻ തുടങ്ങി. അപ്പൊ സിഹിർ ബാധ ഒഴിപ്പിക്കുന്നതിനും അത് എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണോ? അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ഏലസിനെ കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ജിന്നിനോട് കൽപ്പിക്കാമോ? ഇത് രണ്ടും മറഞ്ഞ കാര്യങ്ങളാണ്, ഗൈബിയായ കാര്യങ്ങളാണ്. സിഹിറിനെ നീക്കം ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സിഹിർ കൊണ്ട് നീക്കം ചെയ്യുന്ന രീതിയുണ്ട് അല്ലേ? തങ്ങന്മാരും മൂല്യന്മാരും ജ്യോത്സ്യന്മാരും പണിക്കന്മാരും മന്ത്രവാദികളൊക്കെ ചെയ്യേണ്ട ഒരു സിഹിറിനെ നീക്കാൻ വേറൊരു സിഹിർ ചെയ്യും. പൈശാചിക മാർഗത്തിലൂടെ ജിന്നിന്റെ സഹായത്തോടെ നീക്കുന്നത് അത് ശിർക്കന്നല്ലേ? അതിനെ പറ്റിയ ചോദ്യം. എന്താ ചോദ്യം? സിഹിർ നീക്കം ചെയ്യാൻ ജിന്നിനോട് സഹായം തേടാമോ? എന്നിട്ട് മൂപ്പര് പറയാണ്, അവിടെ ഹാളിറുള്ള ജിന്നിനോട്, അതയില്ലട്ടോ, മൂപ്പര് വകെ സ്ഥലത്തുള്ള ജിന്നിനോട് സിഹിർ ചെയ്തു വെച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിക്കാൻ. അല്ല, സിഹിർ നീക്കം ചെയ്യാ, സിഹിർ ഒഴിപ്പിക്ക. അതെങ്ങനെയാ? അത് ജിന്നിന് അറിയുന്ന കാര്യമാണോ? കഴിയുന്ന കാര്യമാണോ? ശൈത്താന് കഴിയുന്ന കാര്യമാണ്. ശൈത്താന്റെ ഒരിക്കലും തന്നെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുഫറായ കാര്യം അത്. കാരണം സിഹിർ നീക്കാൻ ശൈത്താൻ ഉപയോഗിക്കുക എന്നത് ശുദ്ധ കുഫറാണ്, അത് ശിർക്കാണ്. ആ കാര്യമാണ് ചോദിച്ചത്. പിന്നെ മറഞ്ഞുകിടക്കുന്ന ഏലസുകൾ,
എവിടെയൊക്കെയാണ് ഏലസുകൾ മറച്ചു വെച്ചിട്ടുള്ളതെന്ന് ഒരു ജിന്നിനറിയോ? അങ്ങനെ അറിയുന്നു വിശ്വസിച്ചാൽ ജിന്നിന് കൈബറിയെന്ന് വിശ്വസിക്കലല്ലേ? അത് ശിർക്കല്ലേ? ഇദ്ദേഹം പറയാണ് ലളിതമായൊരു കാര്യമാണ്. അനസ്വലി പറയാ ഒരു ലളിതമായ കാര്യം, ഒരു ജിന്നിനെ സംബന്ധിച്ചത് നോക്കിയിട്ട് വരാൻ പറ്റിയ കാര്യമുള്ളൂ. ജിന്നിങ്ങനെ പോയി നോക്കിയാ എവിടെയൊക്കെ ഏലസുകൾ മറച്ചു വെച്ചെന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ മറച്ചു വെക്കപ്പെട്ട എല്ലാ ഏലസുകളും ഒരു ജിന്നിനറിയാം എന്ന് വിശ്വസിച്ചാൽ എന്തായി? ശിർക്കൻ വിശ്വാസമായില്ലേ? അപ്പൊ ഗൈബിയായ വിഷയത്തിലാണ് സഹായം ചോദിക്കുന്നത്. ഗൈബിയായ വിഷയം ചോദിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല. ഒളിച്ചു വെക്കപ്പെട്ട തമായിമുകൾ, വേലസുകൾ കണ്ടെത്താൻ ജിന്നിനോട് കൽപ്പിക്കാമോ? അത് ഗൈബിയായ കാര്യമാണ്. സിഹ്ർ നീക്കം ചെയ്യാൻ ജിന്നിനോട് സഹായം ചോദിക്കാമോ? അത് ഒരിക്കലും തന്നെ അവിടെ ഹാളിറുള്ള ജിന്ന് എന്ന അർത്ഥത്തിലല്ല. എന്നിട്ട് മൂപ്പര് പറയാണ് അത് ലളിതമായ കാര്യമാണ്. എന്നിട്ട് സഹായം ചോദിക്കുന്നതിന്റെ വിധിയാണ് പറഞ്ഞത്. അല്ല, ഏത് സഹായം ചോദിക്കലിനെ കുറിച്ചാണോ ചോദ്യം അതിന്റെ വിധിയാണ്. ഒരു ഫത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യത്തിനുള്ള മറുപടിയാണ്, അല്ലെ? ചോദിക്കപ്പെട്ട വിഷയത്തിനാ മറുപടി കൊടുക്കുക. അത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അതിനെ പൊതുവൽക്കരിക്കാൻ പാടില്ല. ചോദ്യത്തിൽ പറഞ്ഞത് എന്താണ്? ഇങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് ജിന്നോട് സഹായം ചോദിക്കാമോ? ചോദിക്കപ്പെടുന്ന വിഷയം ഗൈബിയാണ്. അപ്പോഴാണ് മറുപടി കൊടുക്കുന്നത്. ലാ യജൂസുൽ ഇസ്തിആനത്തു, ഈ പറഞ്ഞ സഹായതേട്ടം ജായിസ് അല്ല. ബിൽ ജിന്നി, ജിന്നിനോട് പാടില്ല. വൽ ഗായിബിന, ഗായിബിങ്ങളോടും പാടില്ല. കാരണം ഇതാ ലിഅന്ന ഹാദാ മിന ശിർക്ക് ബില്ലാഹി അസ്സ വജല്ല, അത് അല്ലാഹുവിൽ ശിർക്ക് വക്കലാണ്. ലിഅന്നൽ ഇസ്തിആനത ഇബാദത്തുൻ, ഈ പറഞ്ഞ സഹായതേട്ടം അത് ഇബാദത്താണ്. അവിടെ അൽ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞത് ചോദ്യത്തിൽ പറഞ്ഞ ഇസ്തിആനത്താണ്. എന്നിട്ട് പിന്നെ പറയാണ് ജിന്നിൽ ഗായിബിനോട് ചോദിക്കുന്നതും ഹാളിറിനോട് ചോദിക്കുന്നതിന് വിധി ഒന്ന് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണോ? നേരത്തെ ഇബ്നു ബാസ് ഇപ്പൊ ഒരു ഫുൾ കോറമാണ്. ഫുൾ കോറത്തിന്റെ റയീസാരാ? ഫത്വ ബോർഡിന്റെ അധ്യക്ഷനാരാ? ഇബ്നു ബാസ്. അദ്ദേഹം എന്താ യാ ഇബാദിനെ പറ്റി പറഞ്ഞത്? അത് മലക്കാകാ ജിന്നാകാ, അവർ അവിടെ ഹാളിറാണ്. അത് അവരോട് ഗായിബിനോടുള്ള പ്രാർത്ഥനയല്ല. അപ്പൊ ഹാളിറിനോടും ഗായിബിനോടുള്ള വ്യത്യാസമല്ലേ? ഇവിടെ പറഞ്ഞെന്താ? ഹാളിറും ഗായിബ് ഒരുപോലെയാണ്. അപ്പൊ അതിൽപ്പെട്ട ആ ഫത്വ ബോർഡിൽപ്പെട്ട ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു അങ്ങനെയല്ല. യാ ഇബാദല്ലാഹ് എന്ന വിളിയിൽ ഗായിബിനോടുള്ള വിളി ഇല്ല, അത് ഹാളിറിനോടാണ്. അവിടെ മുസ്ലിം ജിന്നോ മലക്കോ ആണ്, അവരവിടെ ഹാളിറാണ്. ഇനി അതിലൊപ്പിട്ട വേറൊരാളാരാ? ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ്, അല്ലെ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണിത്, മുഅ്ജമുൽ മനാഹി അൽ ലഫ്ലിയ്യ. പറയാൻ പാടില്ലാത്ത ഹറാമായ വാക്കുകളുടെ ഒരു നിഘണ്ടു. അതിൽ അദ്ദേഹം കൊടുക്കാണ് യാ ഇബാദല്ലാഹി യഹ്ബിസു, അള്ളാന്റെ അടിമകളെ എന്റെ മൃഗത്തെ പിടിച്ചു വെക്കണേ. അത് പറയാൻ പാടില്ലാത്ത വാക്കാണ്. വദാലിക ഫീമൻ ഇൻഫലതത് ദാബതു ഫി സഫർ, യാത്രയിൽ വാഹനമൃഗം നഷ്ടപ്പെട്ടവൻ അൻ യഖൂല യാ ഇബാദല്ലാഹി യഹ്ബിസു ഹുവ മിൻ ഹദീസ് ഇബ്നു മസ്ഊദ്. അത് ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട്, തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സനദില് വിടവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇത് ദുർബലാണ്. ഇതിന് മുമ്പ് അടിക്കുറിപ്പ് എടുക്കാൻ എന്താ അറിയോ? ഉൻദുർ സിൽസിലത്ത റസായിലി ഉലമാഇ നജ്ദ്, നജ്ദിലെ പണ്ഡിതന്മാർ എഴുതിയ റിസാലകൾ പരിശോധിക്കുക. ആര് കൊടുക്കുക? ബക്കർ അബൂ സയ്യിദ് കൊടുക്കാണ്. അപ്പൊ ഹാളിറിനോട് ചോദിക്കലാണ്, അത് പ്രാർത്ഥനയല്ല എന്ന് വ്യക്തമായി പറഞ്ഞ നജ്ദിലെ ഉലമാക്കളുടെ ഗ്രന്ഥം നോക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ബക്കർ അബൂ സയ്യിദ് ഹാളിറും ഗായിബും ഒരുപോലെയാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഹാളിറിനോട് ചോദിക്കൽ ഹറാമ് മാത്രമേ ആകുന്നുള്ളൂ, ശിർക്കിലേക്കുള്ള വസീലേ ആകുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ, അതാണ് ഇതിൽ ഒപ്പിട്ട വേറൊരാൾ, അദ്ദേഹമാണ്. ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടൊരു ഗ്രന്ഥമാണ് തഅയ്യീദുൽ മലിക്കിൽ മന്നാൻ ഫീ നഖ്ലി ളലാലാത്തി ദഹ്ലാൻ. ദഹ്ലാൻ എന്ന് പറഞ്ഞ ഖുബൂരിയെ ഗണ്ണിച്ചുകൊണ്ട് ഷെയ്ഖ് സാലിഹ് ശത്രി എന്ന് പറയുന്ന ഹിജറ 1309 മരിച്ച ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന്റെ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ മകൻ പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് അവതാരിക എഴുതിയത് ഈ ഫത്വയിൽ ഒപ്പിട്ട സാലിഹുൽ ഫൗസാനാണ്. എന്നിട്ട് സാലിഹ് ശത്രി നല്ല തൗഹീദിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള ഖുബൂരികളെ ഗണ്ണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹദീസ് ഈ ഗ്രന്ഥത്തിൽ എടുത്തു കൊടുക്കുകയാണ്, യാ ഇബാദല്ലാഹി യഹ്ബിസു എന്നത്. വഅലാ തഖദീരി സിഹ്ഹതിഹി, സാലിഹ് ശത്രി പറയാണ്, ഇനി ഇത് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഫലൈസ ഫീ ഹുജ്ജത്തുൻ ലിഹാദൽ മുബ്തിലി, ഈ വ്യാജവാദിക്ക് ഇതിൽ തെളിവില്ല. അലാ ജവാസി ദുആഇൽ അംവാതി വൽ ഗായിബീൻ, മറഞ്ഞവരോടും മരിച്ചവരോടും പ്രാർത്ഥിക്കാൻ ഇതിൽ തെളിവില്ല. ലിഅന്നഹു ഖാല ഫീഹി, കാരണം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നലില്ലാഹി ഹാളിറൻ, ആ പ്രദേശത്ത് ഹാളിറായ ചിലരുണ്ട്, സയഹ്ബിസുഹു,
അവർ വാഹന മൃഗത്തെ പിടിച്ചു വെക്കും എന്നാണ്. അൽ മഅന അതിന്റെ അർത്ഥം അന്നലില്ലാഹി ഇബാദല്ലാ നഅലമുഹും, നമ്മൾ അറിയാത്ത ചില അടിമകൾ അവിടെയുണ്ട് എന്നാണ്. വഖദ് വക്കലഹുമുല്ലാഹു സുബ്ഹാനഹു വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിന്റെ സൈന്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രം അറിയാം എന്ന് പറഞ്ഞിട്ട് പറയാണ് അവരെ അള്ളാഹു ഏൽപ്പിച്ചതാണ് ബിഹാദൽ അംരി, ഈ കാര്യത്തിന്. അപ്പൊ വിജനമായ സ്ഥലത്ത് മൃഗം വഴിതെറ്റിപ്പോയാൽ അല്ലെ ആളുകൾ വഴിതെറ്റിയാൽ അവരെ സഹായിക്കാൻ അള്ളാഹ് ഏൽപ്പിച്ചതാണ്. വഹുവ യദുല്ലു, അതറിയിക്കുന്നുണ്ട് അലാ അന്ന ഹുലാ ഇല്ലദീന അമറ ബിമുനാദാതിഹിം, അവിടെ വിളിക്കാൻ കൽപ്പിച്ചവർ ഹാളിറൂന, അവിടെ പ്രസന്റ് ആയിട്ടുള്ളവരാണ്, അഹ്യാഉൻ ജീവിച്ചിരിപ്പുള്ളവരാണ്, ജഅലല്ലാഹു ലഹും ഖുദ്റത്തൻ അലാ ദാലിക, അവർക്ക് അതിന് അള്ളാഹു കഴിവ് നൽകിയിട്ടുമുണ്ട്. അപ്പൊ അവരെ കഴിവിൽപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത്. ഇതേതുപോലെയാണ് ഒരു മനുഷ്യൻ യാത്രയിൽ തന്റെ കൂട്ടുകാരനെ വിളിക്കുന്നത് പോലെയാണ് തന്റെ വാഹന മൃഗം കൈവിട്ടുപോയാൽ അതിനെ തിരിച്ചു തരാൻ. എന്നിട്ട് അവസാനിക്കുന്ന കേട്ടോളൂ, വമനിസ്തദല്ല ബിദാലിക അലാ ജവാസിൽ ഇസ്തിഗാസത്തി ബിൽ അംവാതി വൽ ഗായിബിൻ, മരിച്ചവരോടും മറഞ്ഞവരോടും ഇസ്തിഗാസ ജായിസാണെന്നതിന് ആരെങ്കിലും ഇത് തെളിവാക്കിയാൽ ഫഹുവ ളാല്ലുൻ മുളില്ലുൻ, അവൻ പിഴച്ചവനും വഴി പിഴപ്പിക്കുന്നവനുമാണ്. എത്ര വ്യക്തമായിട്ടാ പറഞ്ഞത്. ഇതിന് തഖ്ദീം എഴുതിയത് ഈ ഫത്വയിൽ ഒപ്പിട്ട സാലിഹുൽ ഫൗസാനാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഫത്വയിൽ ഒപ്പിട്ട 3 ആളുകൾ അമ്മൽ ജിന്നു ഫഹുക്കുമു ആദിരിഹിം കഗായിബിഹിം, ഹാദിറിനോട് ചോദിച്ചാലും ഗായിബിനോട് ചോദിച്ചാലും ഒരേ ഹുക്കുമാണ് എന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത്. അവരാരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതിൽ ചോദ്യത്തിൽ പറഞ്ഞ കാര്യത്തിനാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. ഈ 3 പണ്ഡിതന്മാർ അതിൽ ഒപ്പിട്ടവരാണ്. അവർ വ്യക്തമായി പറഞ്ഞു ഹാദിറിനോട് ചോദിച്ചാൽ അതെന്തല്ല, പ്രാർത്ഥനയല്ല, അതൊന്നും ശിർക്ക് വരുന്നുമില്ല എന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കുറെ ആളുകളെ ലജ്നാദായിമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, കേജയു പറഞ്ഞതുപോലെ തന്നെയാണ് ലജ്നാദായിമയും പറഞ്ഞത് എന്ന് വിചാരിക്കരുത്. ഇതുകൊണ്ടാ സക്കരിയ സലാഹി ഇതിൽ ഒപ്പിടാൻ പഠിച്ചത്. മനസ്സിലായില്ലേ? 6 മഹാപണ്ഡിതന്മാർ ഒപ്പിട്ടൊരു ഫത്വക്ക് താഴെ സക്കരിയ ഒപ്പിടെന്ന് പറഞ്ഞപ്പോ സക്കരിയ ഒപ്പിടാൻ പഠിച്ചു എന്ന്. സുഹൃത്തുക്കളെ, ഒരു പണ്ഡിതന്മാര് പറയാത്ത അർത്ഥം അവരെ ഫത്വക്ക് നമ്മൾ കൊടുത്തിട്ട് നമ്മളെ ഉദ്ദേശത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിച്ചാൽ അത് ഒപ്പിടാൻ പറ്റുമോ? പറ്റുന്ന കാര്യമല്ല. പിന്നെ സംഗതി എന്താണെന്നറിയോ, സക്കരിയ സലാഹിയെ നിർബന്ധിച്ചു, ഹറാസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരാ? ഈ ടി പി മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അബ്ദുറസാഖ് ബാഖവി ഉണ്ട്, അത് അഹമ്മദ് അലി മദനി ഉണ്ട്, മായിൻകുട്ടി സുല്ലമുണ്ട്, MT സമദ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഇതിന് പറയാണ് സക്കരിയ നീ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ സംഘടന പിളരാൻ പോവാണ്, സംഘടനയിൽ വലിയ കുഴപ്പങ്ങൾ നടക്കാൻ പോവാണ്. നിന്റെ ഒരൊറ്റ ഒപ്പ് കൊണ്ട് ഒരു വലിയ പിളർപ്പ് ഒഴിവാക്കാൻ സാധിക്കും. ഒരു വലിയ വിഭാഗം ഇവിടെ ശിർക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്, അവർ നിന്നെ നേതാവാക്കും. ഇവിടെ അനീഫ പറഞ്ഞത് ചെറുശ്ശേരിയെയും കാന്തപുരത്തെയും കൈകാര്യം ചെയ്യുന്ന പോലെ തെരുവിൽ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഒപ്പിട്ടെന്ന. അത് ജാമിയക്കാരന്റെ കുപ്രചരണമാണ്. ഉണ്ടായത് അങ്ങനെയല്ല. സക്കരിയ നിന്നെ കുറിച്ച് കേരള ചരിത്രം പറയുക കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും കുറിച്ച് പറയുന്നത് പോലെയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ശിർക്കിലേക്കുള്ള മാർഗം എന്ന നിലക്ക് ഹറാമാകുന്നതും ശിർക്കാകുന്നതും ഉണ്ട് എന്ന് പറഞ്ഞ് ഒപ്പിടാം. അതൊന്നും പറ്റില്ല. അതെ വേറെ എവിടെ ഒപ്പിട്ടോ, ഇവിടെ ഒപ്പിടാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും കൂടി സംഘടന പലരും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും എന്റെ ഒരൊറ്റ ഒപ്പുകൊണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. ഇവിടെ സഹോദരൻ ചോദ്യം തന്നിട്ടുണ്ട്, അമ്മാർ ഇബ്നു യാസിർ കുടുംബത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിച്ചു എന്ന് കേട്ടല്ലോ. അമ്മാർ ഇബ്നു യാസിർ കുടുംബത്തിന് ഉണ്ടായതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായോ? വാസ്തവത്തിൽ സംഘടന എന്റെ ഒരൊറ്റ ഒപ്പിന്റെ പേരിൽ പളരുക എന്ന് പറയുന്നത് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുന്നത് പോലെ തന്നെയാണ്. പടച്ചോനെ, ചേട്ടനും അനുജനും തമ്മിൽ തെറ്റി, അല്ലേ? അളിയനും തമ്മിൽ തെറ്റി. അങ്ങനെ പലരും തമ്മിൽ തെറ്റി. ഭയങ്കര പ്രശ്നങ്ങൾ, പള്ളിയിൽ കുഴപ്പം, മദ്രസയിൽ കുഴപ്പം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എന്റെ ഒരു ഒപ്പ് കാരണം നീങ്ങുന്നത് ഞാൻ അങ്ങേയറ്റം ഭയപ്പെട്ടു. അമ്മാർ ഇബ്നു യാസിറിന്റെ സംഭവം അതാണ് അവതരണ പശ്ചാത്തലമെങ്കിലും അതിനുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നിർബന്ധിതാവസ്ഥയിൽ ചിലപ്പോൾ ഒരു കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ പോലും അതിൽ കുറ്റമില്ല. ഇവിടെ ക്ലിപ്പിട്ട് കാണിച്ചു ആ ഒപ്പിടാൻ എന്നെ നിർബന്ധിച്ച വിഷയം, അല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാള് ഹൃദയം സത്യവിശ്വാസത്താൽ സംതൃപ്തമായിരിക്കെ നിർബന്ധിച്ചിട്ട് ഒരാൾ ഒരു കുഫറിന്റെ വാക്ക് പറയിച്ചാൽ പോലും അതിൽ കുറ്റല്ല. ഇത് അത്രയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ചില ആളുകൾ പറയാണ് ശിർക്കാകാത്ത ഒരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒപ്പിട്ടത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ജായിസാണെന്ന് നമുക്ക് അഭിപ്രായമില്ലല്ലോ. ഉണ്ടോ? എന്നാ പിന്നെ അത് ടീപ്പിനോട് ചോദിച്ചതാ. സക്കരിയ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന കാര്യം ജിന്നിനോട് ചോദിച്ച ശിർക്കാണ്. നമ്മളെല്ലാവരും ഒന്നാണ്.
പിന്നെ അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ഹാളറായ സമയത്ത് ചോദിച്ചാൽ അത് പാടില്ലാത്തതാണ്, ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണ് എന്നൊക്കെ നീ സമ്മതിക്കുന്നില്ലേ? ആ ബാബ് അടക്കേണ്ടതാണ്, ഒന്നും ചോദിക്കാൻ പാടില്ല എന്നല്ലേ? പിന്നെന്താ ഇതിൽ ഉൾപ്പെടുന്നതെന്ന് എനിക്ക് വിഷമം? രണ്ടായാലും പ്രായോഗിക തലത്തിൽ ഇല്ലല്ലോ. പിന്നെ നിന്റെ ഒരു ഒപ്പ് കൊണ്ട് ഈ സംഘടന വളരാൻ നിൽക്കണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഒപ്പിന് തയ്യാറായത്. മനസ്സിലായില്ലേ? അതാണ് വാസ്തവം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. എന്ത്?